നമസ്കാരം. കേരളത്തെ തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന, അമ്മാവൻ എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വയോവൃദ്ധൻ 4 സ്ത്രീകളെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസും നാട്ടുകാരും എത്തിച്ചേരുന്നത്. 2006 മുതൽ 2025 വരെ ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും കാണാതായ പല സ്ത്രീകളുടെയും ദുരൂഹമായ ആ കാണാതാകലിന് പിറകിൽ സെബാസ്റ്റ്യൻ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ പോലീസിനെ ഇപ്പോഴും വട്ടം കറക്കുന്ന രീതി തന്നെയാണ് സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സെബാസ്റ്റ്യന്റെ പറമ്പിൽ നിന്നാണ് പോലീസ് JCB ഉപയോഗിച്ച് കുഴിച്ച് നോക്കിയപ്പോൾ, പരിശോധന നടത്തിയപ്പോൾ മനുഷ്യന്റെ തലയോടുകളും മനുഷ്യന്റെ തുടയെല്ലുകളും അസ്ഥികളുമെല്ലാം കണ്ടെത്തിയത്, പല്ലുകളും കണ്ടെത്തുകയും ഇത് സ്ത്രീകളുടേതാണ് എന്നുള്ളതാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ DNA ഫലം പുറത്തു വരുമ്പോഴാണ് ഈ കാണാതായ സ്ത്രീകൾ തന്നെയാണോ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്ന് കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഉടമകൾ എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും സെബാസ്റ്റ്യൻ വളരെ വിദഗ്ധമായി തന്നെ പോലീസിന്റെ SP അടക്കമുള്ള വിദഗ്ധ സംഘത്തെ ഇപ്പോഴും വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നു, കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 2006 മുതൽ കാണാതായവരെ കുറിച്ചുള്ള ഈ അന്വേഷണം 2025 വന്നു നിൽക്കുമ്പോഴും ഇതിന്റെ യഥാർത്ഥ കുറ്റവാളി സെബാസ്റ്റ്യൻ തന്നെയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുമ്പോഴും പരസ്പരം കാര്യങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പഴുതില്ലാതെ പോലീസിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. കാരണം സെബാസ്റ്റ്യൻ പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. പോലീസിനെ വട്ടം കറക്കുന്ന രീതിയിൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിബുദ്ധിമാനായ സൈക്കോ കില്ലറാണ് സെബാസ്റ്റ്യൻ എന്നത് ആണ് ഈ കേസിലെ ഏറ്റവും പ്രധാനമായ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടുകാരുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മധ്യവയസ്കകളായ സ്ത്രീകളെയാണ് സെബാസ്റ്റ്യൻ വലവീശി പിടിച്ചിട്ടുള്ളത്. ഇവരെല്ലാവരും തന്നെ സാമ്പത്തികമായി സുഭദ്രമായ നിലയിലായിരുന്നു താനും. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എന്ന നിലയിലാണ് ഇവരുടെ എല്ലാവരുടെയും സമീപത്തേക്ക് സെബാസ്റ്റ്യൻ എത്താറുള്ളത്. ഇപ്പോൾ താമസിക്കുന്ന ഈ വീടും പുരയിടവും ഞാൻ വിറ്റുതരാം, കുറെ കൂടി നല്ലൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറാം, ഇവിടെ വഴി വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞാണ് സെബാസ്റ്റ്യൻ ഇവരെ പലരെയും വലയിലാക്കിയതും അവസാനം ഇവരുടെ സ്ഥലവും ഇവരുടെ സ്വർണ്ണാഭരണങ്ങളുമെല്ലാം കവർന്നെടുത്തുകൊണ്ട് സെബാസ്റ്റ്യൻ ഇവരെ അതിക്രൂരമായി കൊല്ലുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. സെബാസ്റ്റ്യൻ താമസിക്കുന്ന വീടിന്റെ ഏതാണ്ട് 2 ഏക്കറോളം വരുന്ന സ്ഥലം പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ സെബാസ്റ്റ്യന്റെ വീടിന്റെ തറ പൊളിച്ച്, ഗ്രാനൈറ്റ് പൊളിച്ച് അതിനടിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടിയുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസ് നായകളെ കൊണ്ടുവന്ന് നടത്തിയ പരിശോധനയിൽ പോലീസ് നായ തലങ്ങും വിലങ്ങും ഓടിച്ചെന്ന് മണം പിടിച്ച സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തിയപ്പോൾ അവിടങ്ങളിൽ നിന്നെല്ലാം മനുഷ്യന്റെ അസ്ഥികളും മൃതദേഹാവശിഷ്ടങ്ങളും കിട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിലെ കുളത്തിൽ നിന്നും സ്ത്രീകളുടെ വസ്ത്രങ്ങളും ബാഗുകളുമെല്ലാം കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഇതിന് പിറകിൽ താനല്ല എന്നാണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ പറയുന്നത്. താൻ വല്ലപ്പോഴും തന്റെ വീട്ടിൽ വന്നു പോകുന്ന പ്രകൃതക്കാരനായിരുന്നു, ആളൊഴിഞ്ഞ പറമ്പിൽ പലരും പലതും കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ടാവും, അതിന്റെ ഉത്തരവാദിത്തം എനിക്കല്ല എന്ന് പറയുന്നു. എന്നാൽ മരണപ്പെട്ട ഈ സ്ത്രീകളുമായി പലപ്പോഴും തനിക്ക് പരിചയമുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ കാണാതാവലുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധമില്ല എന്നാണ് പോലീസുകാരോട് ഇപ്പോഴും സെബാസ്റ്റ്യൻ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. സമയാസമയങ്ങളിൽ താൻ പ്രമേഹ രോഗിയാണ്, തനിക്ക് ഭക്ഷണം വേണം, തനിക്ക് വിശ്രമം വേണം, തന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെയുള്ള മാനുഷികമായ പരിഗണനകൾ സെബാസ്റ്റ്യൻ ചോദിച്ചു മേടിച്ചു കൊണ്ടിരിക്കുന്നു പോലീസിന്റെ അടുത്ത്. അതുകൊണ്ട് പോലീസിന് കൂടുതൽ സെബാസ്റ്റ്യനെ സമ്മർദ്ദം ചെലുത്തി ചോദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും വലിയ വിഷയം തന്നെയാണ്. എന്നാൽ ഈ കേസിൽ ഇപ്പോൾ നിർണായകമായ മറ്റു ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നു. സെബാസ്റ്റ്യൻ കടത്തിക്കൊണ്ടുപോയി കൊല ചെയ്തു എന്ന് സംശയിക്കപ്പെടുന്ന ഐഷ എന്ന് പറയുന്ന സ്ത്രീയുടെ വീടിന് സമീപത്തുള്ള ഐഷയുടെ കൂട്ടുകാരിയായ, ഏതാണ്ട് ഐഷയുടെ പ്രായക്കാരിയായ റോസമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് സെബാസ്റ്റ്യനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഐഷയുടെ തിരോധാനത്തെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കും എന്നാണ് ഐഷയുടെ അയൽപക്കക്കാരിയായ റിട്ടയർഡ് അധ്യാപികയായ എലിസബത്ത് പറയുന്നു. ഒരു വേള എലിസബത്തിനെയും സെബാസ്റ്റ്യൻ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അധ്യാപികയായ എലിസബത്ത് പറഞ്ഞത്. ടീച്ചർ ഇപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിലേക്ക് നല്ല വഴിയില്ല. ഈശ്വരവിശ്വാസിയായ ടീച്ചർക്ക് പള്ളിയുടെ അടുത്തേക്ക്, ചേർത്തല പള്ളിയുടെ അടുത്തേക്ക്, ഹൈവേയുടെ അടുത്ത് കുറച്ച് സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം ഞാൻ വാങ്ങിത്തരാം. ഇവിടെ ടീച്ചർ ഇങ്ങനെ ഈ വഴിയില്ലാത്ത പ്രദേശത്ത് ഒറ്റയ്ക്ക് കഴിയേണ്ടതില്ല. ടീച്ചർ പള്ളിയിൽ പോകാനുള്ള സൗകര്യത്തിന് പള്ളിയുടെ സമീപത്തുള്ള വീടും പുരയിടവും ഞാൻ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് എലിസബത്തിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ തുറന്നു പറഞ്ഞത്. എന്നാൽ ഇയാളെക്കുറിച്ച് താൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ വളരെ മോശക്കാരനാണ്, ടീച്ചറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇയാൾ ഉഡായിപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കി ഇയാളെ ഒഴിവാക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എനിക്ക് എൻ്റെ സ്ഥലവും പുരയിടം വിൽക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങൾ അതിൽ ഇടപെടണ്ട, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്നാണ് ടീച്ചർ പറഞ്ഞത്. പിന്നീട് എന്തുകൊണ്ടോ സെബാസ്റ്റ്യൻ ടീച്ചറെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കാൻ ചെന്നില്ല. എന്നാൽ
തൻ്റെ അയൽവക്കക്കാരിയായ തൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യൻ രാത്രിയും പകലും വന്നു പോകാറുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ എലിസബത്ത് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. റോസമ്മയുടെ വീട്ടിലും കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തുമെല്ലാം JCB കൊണ്ടുവന്ന് കുഴിക്കുന്നതെല്ലാം താൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയും പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ കിട്ടും എന്നുകൂടി എലിസബത്ത് പറയുന്നു. റോസമ്മയും ഐഷയും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു. ഇവർക്ക് തമ്മിൽ ഏതെങ്കിലും തരത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതിൻ്റെ കാരണത്താലാണോ ഇപ്പോൾ നമ്മൾ ഐഷയെ കാണാതായിരിക്കുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എലിസബത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും റോസമ്മയും സെബാസ്റ്റ്യനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. രാത്രിയിലും പകലുമെല്ലാം റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യൻ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോസമ്മയെ കൃത്യമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, റോസമ്മയുടെ വീടും പുരയിടവും പരിശോധിച്ചു കഴിഞ്ഞാൽ ഐഷയുടെ തിരോധാനത്തെക്കുറിച്ച് നിർണായകമായ തെളിവുകൾ കിട്ടും എന്ന് റിട്ടയർഡ് അധ്യാപക കൂടിയായ എലിസബത്ത് പറയുമ്പോൾ, ഒരിക്കൽ എലിസബത്തിനെ ഈ സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നു എന്ന് പറയുമ്പോൾ കുറെ കൂടി തുമ്പുകൾ കിട്ടുവാൻ വേണ്ടി, ഐഷയുടെ തിരോധാനവുമായി കുറെ കൂടി നല്ല തെളിവുകൾ കിട്ടുവാൻ ഇത് ഉപകരിക്കും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എലിസബത്തിന്റെ മൊഴികൾ വളരെ നിർണായകമാണ്. അത് കേസിലേക്ക് പുതിയൊരു വഴിത്തിരിവായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ടിസ്റ്റ് ഉപയോഗിച്ച് പോലീസിന് സെബാസ്റ്റ്യനെ കൊടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ 4 സ്ത്രീകൾ മാത്രമാണോ കാണാതായിരിക്കുന്നത്? 60 വയസ്സ് കഴിഞ്ഞ സെബാസ്റ്റ്യൻ 4 സ്ത്രീകളെ ഇതുപോലെ ദാരുണമായി കടത്തിക്കൊണ്ടുപോയി കൊല ചെയ്ത് അവരുടെ സ്വത്തും സ്വർണവും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ചെറുപ്പകാലത്ത് മറ്റാരെങ്കിലും ഇയാൾ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടോ? നാട്ടിൽ കാണാതായ സ്ത്രീകളെ കുറിച്ച് കൂടുതൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരും പറയുന്നത്. എന്തായാലും പോലീസ് അതീവ ജാഗ്രതയോടുകൂടി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ, നൂലാമാലകൾ ചുറ്റഴിയും. നമുക്ക് വരുന്ന ആളുകളിൽ കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്ന് തന്നെ പ്രത്യാശിക്കാം. കാത്തിരിക്കാം.